ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇത്തവണ ISL ക്ലബ്ബായ ഒഡീഷ FC നേരിട്ടത്. അതായത് അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു ഒഡീഷ FC ഉണ്ടായിരുന്നത്. ഇത്തവണത്തെ ISLൽ കളിക്കാൻ അവർ തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനത്തിൽ അവർ തീരുമാനം മാറ്റുകയായിരുന്നു. അതുപോലെ തന്നെ കൃത്യമായ ഒരുക്കങ്ങൾ ഒഡീഷ FCക്ക് ലഭിച്ചിരുന്നില്ല. അതായത് ISL ആരംഭിച്ചിട്ടും പ്രീ സീസൺ തുടങ്ങാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആദ്യത്തെ മത്സരം നീട്ടിവെച്ചിരുന്നു. കേവലം 3-4 ദിവസത്തെ ട്രെയിനിങ് മാത്രമാണ് ഒഡീഷ FCക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നിട്ടും ആദ്യ മത്സരത്തിൽ തന്നെ ഞെട്ടിക്കാൻ ഒഡീഷ FCക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നലെ നടന്ന മത്സരത്തിൽ ഒഡീഷയും ഇന്റർകാശിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഗോൾ രഹിത സമനിലയാണ് പിറന്നിട്ടുള്ളത്. രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടി ISLലെ ആദ്യത്തെ പോയിന്റ് സ്വന്തമാക്കാൻ ഒഡീഷ FCക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സ്ക്വാഡ് താരതമ്യം ചെയ്യുമ്പോൾ ഒഡീഷയായിരുന്നു ദുർബലർ. അതായത് കേവലം ഒരൊറ്റ വിദേശ താരം മാത്രമായിരുന്നു ഒഡീഷ FCക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്റർകാശിക്ക് അങ്ങനെയായിരുന്നില്ല, ഒരുപാട് വിദേശ താരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്റർകാശി മികച്ച രൂപത്തിൽ തയ്യാറെടുത്ത ഒരു ടീമാണ്. നമുക്കറിയാം, ലോപ്പസ് ഹബാസ് ആണ് അവരുടെ പരിശീലകൻ. മാത്രമല്ല പ്രീ സീസൺ മോശമല്ലാത്ത രൂപത്തിൽ ഇന്റർകാശിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒഡീഷ FCയുടെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരൊറ്റ വിദേശ താരം മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസത്തെ ട്രെയിനിങ് അഥവാ ഒരുക്കങ്ങൾ മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. TG പുരുഷോത്തമനാണ് അവരുടെ മുഖ്യ പരിശീലകൻ. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റമായിരുന്നു ഇന്നലെ. അരങ്ങേറ്റത്തിൽ ഒരു പോയിന്റ് നേടാൻ അഥവാ ലോപ്പസ് ഹബാസിനെ സമനിലയിൽ തളക്കാൻ ഒഡീഷയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും സന്തോഷം നൽകുന്ന കാര്യമാണ്. TG പുരുഷോത്തമൻ ആദ്യ മത്സരത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരുക്കങ്ങൾ ഒന്നും ലഭിക്കാതെയാണ് ഇന്റർകാശിയെ അവർ സമനിലയിൽ തളച്ചിട്ടുള്ളത്. ഈ മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 9 ഷോട്ടുകൾ ഉതിർക്കാൻ ഒഡീഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 7 ഷോട്ടുകളാണ് ഇന്റർകാശി ഉതിർത്തത്. രണ്ട് ടീമുകളും ടാർഗറ്റിലേക്ക് ഓരോ ഷോട്ടുകൾ വീതം ഉതിർത്തു എന്നുള്ളതാണ്. ഇനി മലയാളി താരമായ രാഹുൽ KPയുടെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹവും ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് ഇന്നലത്തെ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് രാഹുൽ KP ആണ്. സ്റ്റാർട്ടിംഗ് 11ൽ രാഹുൽ ഉണ്ടായിരുന്നു. നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ചില ലോങ് റേഞ്ച് ഷോട്ടുകളൊക്കെ എടുക്കാൻ രാഹുൽ KPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ മലയാളി താരമായ VP സുഹൈർ ഇന്നലെ ഒഡീഷയ്ക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഒരു പോയിന്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒഡീഷയ്ക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഒഡീഷ ഇത്തവണത്തെ ISLന് വന്നത്. ഇന്റർകാശിയെ അവർ സമനിലയിൽ തളച്ചു കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം നോക്കുക, ഒരൊറ്റ പോയിന്റ് പോലും ഇല്ല. ആ സമയത്താണ് ആദ്യ മത്സരത്തിൽ തന്നെ ഒഡീഷ ഒരു പോയിന്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.